ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യൻ ബാങ്ക് 2024. ടോട്ടൽ 300 പോസ്റ്റാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വാക്കൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. തമിഴ്നാട് ഓർ പോണ്ടിച്ചേരി 160 പോസ്റ്റാണ്, SC 24, ST 12, OBC 43, EWS 16, ജനറൽ 65. നെക്സ്റ്റ് കർണാടക, കന്നഡ ലാംഗ്വേജ് ആണ്, 35 പോസ്റ്റാണ് ടോട്ടൽ, SC 5, ST 2, OBC 9, EWS 3, ജനറൽ 16. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന രണ്ടും കൂടി ഒരുമിച്ചാണ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി തെലുങ്കു ആണ്. ടോട്ടൽ 50, SC 7, ST 3, OBC 13, EWS 5, ജനറൽ 22. മഹാരാഷ്ട്ര നോക്കുമ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഡിസൈഡ് മറാത്തിയാണ്. ടോട്ടൽ 40 പോസ്റ്റ് ഉണ്ട്. SC 6, ST 3, OBC 10, EWS 4, ജനറൽ 17 ഉണ്ട്. ഗുജറാത്തി ലാംഗ്വേജ് ആണ്. ടോട്ടൽ 15 ഉണ്ട്. SC 2, ST 1, OBC 4, EWS 1, ജനറൽ 17. അങ്ങനെ മൊത്തം 300 പോസ്റ്റ്. SC 44, ST 21, OBC 79, EWS 29, ജനറൽ 127. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് 3, ഓർത്തോപെഡിക്കലി ചാലഞ്ചഡ് 3, വിഷ്വൽ ഇമ്പയർമെൻറ്റ് 3, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി 3. 13/8/2024 ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. 2/9/2024 ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് പേ സ്കെയിലാണ്. ഫസ്റ്റ് ഇനിഷ്യൽ ബേസിക് പേ വരുന്നത് 48,480 റുപ്പീസ്. ടോട്ടൽ ഗ്രോസ് സാലറി വരുന്നത് ബേസിക് പേ പ്ലസ് ബാങ്കിൻ്റെ അലവൻസസും കൂടിയാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബാങ്കിൻ്റെ അലവൻസസും ബെനിഫിറ്റ്സുമാണ്. DA, CCA, HRA ഓർ ലീസ്ഡ് അക്കോമഡേഷൻ, ലീവ് ഫെയർ കൺസെഷൻ, മെഡിക്കൽ എയ്ഡ്സ്, ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്സ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ഇങ്ങനെ ഒരുപാട് അലവൻസസും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും ഈ ജോലിക്ക് ബാങ്ക് നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ സ്കെയിൽ 1-ന് ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 20 ഇയേഴ്സും മാക്സിമം 30 ഇയേഴ്സുമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ചോദിക്കുന്നത്, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. അതുപോലെ തന്നെ വാലിഡ് മാർക്ക് ഷീറ്റ് ഉണ്ടാവണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ടാവും. OBC കാൻഡിഡേറ്റ്സിന് 3 ഇയേഴ്സ് ആണ് റിലാക്സേഷൻ. PWD കാൻഡിഡേറ്റ്സിന് 10 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലത്തെ എക്സ് സർവീസ് കമ്മീഷൻഡ് ഇൻക്ലൂഡിങ് എമർജൻസി സ്റ്റാഫ് ഓർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. പേഴ്സൺ അഫക്റ്റഡ് ബൈ 90/84 റൈറ്റ്സ് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രൊസീജിയറാണ്. എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് അപ്ലിക്കേഷൻസ് ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ ഓർ റിട്ടൺ ഓർ ഓൺലൈൻ ടെസ്റ്റ് ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ. റിട്ടൺ ടെസ്റ്റിന് ആകെ ടോട്ടൽ 4 സബ്ജക്റ്റാണുള്ളത്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 45, മാക്സിമം മാർക്ക് 60, ഇംഗ്ലീഷ് ഓർ ഹിന്ദി മീഡിയം, ടോട്ടൽ ടൈം 60 മിനിറ്റ്സ്. എക്കണോമി, ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്സ്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി 35 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 40 മാർക്കാണ്, 40 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്ക് 60, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലാവാം, 45 മിനിറ്റ്സ് ആണ്. അങ്ങനെ മൊത്തം ടോട്ടൽ 155 ക്വസ്റ്റ്യൻ 200 മാർക്സിലായിരിക്കും. 3 hours ഡ്യൂറേഷൻ ആയിരിക്കും എക്സാമിന് മൊത്തം. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/4 ഓഫ് മാർക്ക് പെനോൾട്ടി ആയിട്ട് ഓരോ റോങ് ആൻസേഴ്സിനും പോകുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കട്ട് ഓഫ് സ്കോർ ഇൻ ടെസ്റ്റ്. എത്ര പേരെയാണ് ഏത് അനുപാതത്തിലാണ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി കോൾഡ് ഫോർ ഇൻ്റർവ്യൂ. ജനറൽ കാറ്റഗറിയുടെ 3 ടൈംസ്, ജനറൽ കാറ്റഗറി വാക്കൻസിയുടെ 3 ടൈംസും റിസർവ്ഡ് കാറ്റഗറിയുടെ വാക്കൻസിയുടെ 5 ടൈംസും ആണ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ മാർക്ക് ഫോർ ഇൻ്റർവ്യൂ 100 ആയിരിക്കും. Minimum qualifying mark in test and interview is 40% for candidates belongs to general category or EWS category,
35% ആണ് ക്വാളിഫയിങ് മാർക്ക് SC, ST, OBC, PWD candidates. Whatever the test is held, the weightage for test and interview will be 80:20. Whatever the selection is by shortlisting of applications followed by interview, the weightage will be 100% of interview score. ലാസ്റ്റ് വരുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. 2 or more candidates having obtained same score or interview, merit list shall be decided by birth. അതായത് ഏജ് കൂടുതലുള്ളവർക്കായിരിക്കും മുൻഗണന. നെക്സ്റ്റ്, എക്സാമിനേഷൻ സെൻറ്റർ ഫോർ ടെസ്റ്റ്. കേരളത്തിൽ എത്ര സെൻറ്റർ ഉണ്ട്? കേരളത്തിൽ രണ്ട് സെൻറ്ററേ ഉള്ളൂ, എറണാകുളം, തിരുവനന്തപുരം. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ കവരത്തി ദ്വീപിൽ സെൻറ്റർ ഉണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. റോഡ് ടു ജോബ് ചാനലിൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി അപ്ലൈ ചെയ്തു തരുന്നതാണ്. താങ്ക് യു.